നമുക്ക് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിനൊക്കെയാണ് തയ്ക്കാൻ പോകുന്നത്. വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ലൈനിങ് വെച്ചും ചെയ്യാം കേട്ടോ. ഈ യോക്ക് പീസിൽ ലൈനിങ് വെച്ചും ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി യോക്ക് പീസിന് കട്ടി കിട്ടും. പക്ഷേ കസ്റ്റമർ ഇത് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കട്ട് ചെയ്ത് പതിച്ചടിക്കുക കേട്ടോ. പതിച്ചടിച്ചതിന് ശേഷം തുമ്പ് മടക്കി തയ്ക്കണം കേട്ടോ. ഇത് എല്ലാ ഭാഗത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട് കുറച്ചധികം തന്നെ ഈ ഒരു മോഡലിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോഡൽ ഫ്രോക്ക് നൈറ്റി വേണമെന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മെറ്റീരിയലിൻ്റെ പിക്ക് അയക്കാം കേട്ടോ. നമുക്ക് പൈപ്പിങ് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു കോട്ടൻ്റെ ക്രീം കളറായിട്ടുള്ളൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു പീസാണ് എടുത്തിട്ട് അങ്ങനെ 3 വശം നമ്മൾ പൈപ്പിങ് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു യോക്ക് പീസ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാൻ പിന്നെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡർ ഭാഗം നമ്മൾ അരേഞ്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോഴാണ് ഈ യോക്ക് പീസ് അതിൽ കറക്റ്റായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുക കേട്ടോ. നമുക്ക് ചുളുക്ക് വരാതെ പൈപ്പിങ് ചെയ്യാം കേട്ടോ. നമ്മൾ അടുത്തത് ഈ വശം കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ താഴ്ഭാഗത്ത് പൈപ്പിങ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ബോഡി പാർട്ടിൽ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിച്ച് ലോങ് സ്റ്റിച്ചായിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആ നൂല് പൊട്ടിപ്പോവാതെ മെല്ലെ വലിച്ച് പ്ലീറ്റ് ഇടുക. കൈകൊണ്ട് പ്ലീറ്റ് ഇടല്ല ചെയ്യണത് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഷോൾഡർ ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ കൈക്കുഴിയും കൂടെ അരേഞ്ച് കട്ട് ചെയ്ത് ഇറക്കണം കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ യോക്ക് പീസ് ബോഡി പാർട്ടിൽ ചേർത്ത് തയ്ക്കുകയാണ് കേട്ടോ. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണം. മനസ്സിലാവുന്നുണ്ടാവില്ലേ? മനസ്സിലാവുന്നവർ കമൻ്റ് ഇടണേ. നമ്മൾ പ്ലേറ്റ് നിവർന്നു പോവാതെ വലിച്ച് പിടിക്കാതെ നമ്മൾ ഈ യോക്ക് പാർട്ട് നമ്മൾ ഇവിടെ ചേർത്ത് തയ്ക്കുക കേട്ടോ. കണ്ടോ, ഫ്രണ്ട് പീസ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബാക്ക് പാർട്ട് നെക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. 2.25 ഇഞ്ച് വിഡ്ത്ത്, 4 ഇഞ്ച് ലെങ്ത്ത്. അധികം വൈഡല്ലാത്ത നെക്ക് മതിയെന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ് ചെറിയ നെക്കായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ തയ്ച്ചെടുക്കാൻ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ചെറിയ 2 പീസും കൂടെ യോജിപ്പിച്ച് തയ്ച്ചെടുത്തതിന് ശേഷം നെക്കിൽ ചേർത്ത് വയ്ക്കുക കേട്ടോ. ഈ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് കസ്റ്റമർ ബാക്ക് ടൈ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിന് ബാക്ക് ടൈ വെക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു 15 ഇഞ്ച് വേസ്റ്റ് അളവിൽ ബാക്ക് ടൈ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ നെക്ക് പതിച്ചടിച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് പുറത്തേക്ക് വെച്ച് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രോസ് പീസ് പുറത്തേക്ക് ആക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് പഫ് കൈയിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് താഴ്വശം കൂടി 3-4 പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈക്കും കൂടെ പൈപ്പിങ് കൊടുക്കാൻ വേണ്ടി ക്രീം കളർ പീസാണ് എടുക്കുന്നത് കേട്ടോ.
നമുക്ക് ചുളുക്ക് വരാതെ പൈപ്പിങ് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കൈയുടെ സെൻറ്റർ ഭാഗം ഷോൾഡർ ഭാഗത്ത് വെച്ച് നമുക്ക് കൈ ബോഡി പാർട്ടിൽ ചേർത്ത് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മൾ തിരിച്ച് തയ്ച്ചെടുക്കുകയാണ്. ഈ കൈയുടെ വണ്ണം 6.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ സൈഡ് തയ്ച്ചെടുക്കുക കേട്ടോ. ടൈ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് അളവ് 15 ഇഞ്ച് ലെങ്ത്തിൽ ടൈ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. രണ്ട് സൈഡും നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി താഴ്ഭാഗം മടക്കി തയ്ക്കുക കേട്ടോ. നമ്മുടെ ഫ്രോക്ക് നൈറ്റി പണി കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ.